ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയലിലാണ്. അപ്പോൾ പുൽകൃഷി എല്ലാവർക്കും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുൽകൃഷി. നമ്മൾ വയലിലാണ് കൃഷി ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ സീൻ. ഇവിടെ ഇപ്പോൾ ഒരു സമയം രാവിലെ 8 മണിയായി. അപ്പോൾ പപ്പയ്ക്ക് ഇവിടെ കുറച്ച് വയലിൽ പണിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങ് പോന്നു. വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇങ്ങ് വയലിൽ പോന്നു. ഇതിപ്പോ നമ്മൾ മുമ്പേ ഒരിക്കൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു പുൽകൃഷി. അത് ആ സമയത്ത് ഇവിടെയൊക്കെ ഈ കാണുന്ന ഭാഗത്ത് പുല്ലില്ലായിരുന്നു, ഇവിടെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഭാഗത്തു നിന്ന് വെട്ടിക്കൊണ്ടിരിക്കണേ. അത് ഹൈറ്റ് കുറവുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ ചാല് വൃത്തിയാക്കാനാണ് വന്നത്. എന്നാലേ ഇവിടെ നിന്ന് വെള്ളം കോരി പുല്ലിന് നനയും. ഇവിടെ നിന്ന് വെള്ളം കോരി നമ്മൾ പുല്ലിന് നനയ്ക്കണേ. ഇതിപ്പോൾ നേപ്പിയർ ഗ്രാസിൽ തന്നെ സുഗുണ ഇനത്തിൽപ്പെട്ട പുല്ലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കണേ. ഇങ്ങനെ ആദിക്കുട്ട ഏതാ നടക്കുന്നു. പപ്പ ആദിക്കുട്ടനെയൊക്കെ ചാലി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുപോലത്തെ പായലൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ അവർ വൃത്തിയാക്കുവാണ്. അങ്ങനെ ആദിക്കുട്ടനൊരു മോഹം, മീനും കൂടെ പിടിക്കാന്ന്. ഈ ചാലി വൃത്തിയാക്കുമ്പോൾ ഒരുപാട് മീൻ കിട്ടും. അപ്പം അവന് അതും കൂടെ പിടിക്കണം എന്നൊരു മോഹമുണ്ട്. അങ്ങനെ അപ്പുറത്തെ സൈഡൊക്കെ മരിച്ചിനിയാണ് കൃഷി ചെയ്തിരിക്കണേ. ഈ നമ്മൾ പുല്ല് കൃഷി ചെയ്തിരിക്കേണ്ട അപ്പുറത്തെ സൈഡ് മരിച്ചിനി. അതിനപ്പുറത്തെ സൈഡിലായിട്ട് വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വയലിലെ കാഴ്ചകൾ. അവിടെ ഏത്തവാഴയാണ് കൃഷി ചെയ്തിരിക്കണേ. മീൻ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലയൊക്കെ വെച്ചു പപ്പയും ആദിയും. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ പിടിച്ചതിലെന്തോ ഒരു മീന് കിട്ടി. ഇവിടെ ഇതിനെ ബ്രാലെന്ന് പറയും. ബ്രാല് മീന് കിട്ടി. അതിങ്ങനെ അടിച്ചില്ലെങ്കിൽ അത് ഓടിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് പപ്പ ഒരു അടി കൊടുത്തത് അതിന്. അപ്പോഴിത് ആ ചാലിന്ന് കോരിയിട്ട ചെളിയാണ്. ഇതിൽ ഒരുപാട് കുഞ്ഞു മീനുണ്ട്. അതാണ് ആദിക്കുട്ടൻ എടുത്തോണ്ടിരിക്കണേ. ഇത് നോക്കാതി. ഇത് കഴിക്കാനൊന്നും കൊള്ളത്തില്ലേ ചെറിയ മീൻ. എന്നാലും ആദ്യക്കുട്ടനൊരു ഇഷ്ടം അതൊക്കെ ഇങ്ങനെ എടുക്കാൻ. കുഞ്ഞു കുഞ്ഞു മീനുകള്. ഈ ഏത്തവാഴ ഇനി ഒരാഴ്ചയും കൂടെയൊക്കെ ആകുമ്പോൾ പാകമാവും എടുക്കാനായിട്ട്. അങ്ങനെ അടുത്ത ചാലി വൃത്തിയാക്കി ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് പായൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് ആദിയും പപ്പയും കൂടെ പായൽ മാറ്റി ഇടുവാണ്. ഒരുപാട് പായലായിരുന്നു. അപ്പം അവരെല്ലാം കൂടെ വാരി മാറ്റിയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടെയുള്ള ഫാമിങ്ങും കാഴ്ചകളും ഒക്കെ കാണാം. ഫാമിംഗ് എന്ന് വെച്ചാൽ തൊഴുത്തിലെ പണികളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും കാണാം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പാരഡൈസിലേക്ക് പോകാം. ഇനി
അങ്ങനെ നമ്മളെല്ലാവരും പോയിട്ട് വീട്ടിലെത്തി. കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുത്തതാ മാറ്റുവാണ്. നീ പിടിച്ച മീന് നല്ല വൃത്തിയായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് മീനെ കിട്ടിയോളൂ, അത് കാണിച്ചു തരാം. അത് ആദ്യക്കുട്ടൻ്റെ സന്തോഷമാണ് മീന് ഇങ്ങനെ പിടിക്കുന്നതും അതവന് കഴിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ വയലിൽ നിന്നൊക്കെ വന്നപ്പോൾ ഇവിടെ അമ്മ ഇവിടെ നമ്മളെ തൊഴുത്തിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അത് ചെയ്യാനായിട്ട് കയറി. ഇവിടെ മഴയാണ്, അതിൻ്റെ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് ചുറ്റും. അങ്ങനെ വയലിൽ നിന്നുണ്ടെന്ന മീന് ആദ്യം എടുത്ത് തട്ടാൻ പോവുകയാണ്. കുറേയൊക്കെ ചത്തു കാണും, കുറച്ചിനൊക്കെ ജീവമുണ്ട്. കുറേയൊക്കെ ചത്തു. ഒരു വലിയ മീനൊന്നും ചത്തില്ല, അതാണ് നല്ല കാര്യം. നമുക്ക് വലിയ മീനാണ് ഇവിടെ ആദ്യക്കൂട്ടിന് പൊരിച്ചു കൊടുക്കാൻ ഇഷ്ടം. ഇതിനെ അമ്മ കൊല്ലാൻ നോക്കണേന്. ചാമ്പൽ ഇങ്ങനെ ചെകളയുടെ ഭാഗത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാവും. കാരണം മീനുകൾക്ക് ശ്വസിക്കുന്ന ചെകള കൊണ്ടാണല്ലോ, അപ്പം ശ്വസിക്കാൻ പറ്റാതെ പെട്ടെന്ന് ചത്തു. ഇവിടെ അങ്ങനെ ചെറിയൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ്. കുറേ നല്ലൊരു കടുത്തമായ വേനലിന് ശേഷം മഴ പെയ്യുവാണ്. ഇനി ഇത് കുക്ക് ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്, കുക്കിംഗ് വീഡിയോസൊക്കെ. ഇത് മുമ്പൊരിക്കൽ ഇങ്ങനെ വയലിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്, ഇത് ഫ്രൈ ചെയ്യുന്ന രീതിയൊക്കെ. അപ്പോൾ ഇന്നത്തെ കറി വയ്ക്കാൻ കൊള്ളത്തില്ല. ഇവിടെ കറി വയ്ക്കത്തില്ല, നമ്മളിവിടെ ഇതിനെ പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മീനിനെ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ മീൻ ചത്തു. അമ്മ ഇനി ഇതിനെ ക്ലീൻ ചെയ്ത് ആദ്യക്കുട്ടന് ഫ്രൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. നിങ്ങളെ പുൽകൃഷി കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അത് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി വരും, എന്ന് വെച്ചാൽ ചാലൊക്കെ വൃത്തിയാക്കുകയും വെള്ളം കോരി വീഴ്ത്താനൊക്കെ പണി വരും. അങ്ങനെ നമ്മളും കൂടെ പോയി ഇങ്ങനെ വപ്പ കിട്ടുന്ന മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതിന് നമുക്ക് കൊണ്ട് വീട്ടിൽ തരും പൊരിച്ച് കഴിക്കാനായിട്ട്. ഇന്ന് നമ്മളും കൂടെ പോയി അത് വീഡിയോ ആക്കി. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നാളെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.